ഞാനങ്ങനെ ഇവിടെ ഗാസ പിരമിഡിൻ്റെ ഉള്ളിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ്. ഇത് യുനെസ്കോ പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇവിടെ പിരമിഡിൻ്റെ പല ഷേപ്പുകളും അവിടെയുള്ള പിരമിഡിൻ്റെ ഒരു ചെറിയ രൂപരേഖ ഇവിടെ വരച്ച് അല്ലെങ്കിൽ ഇവിടെ ചില്ലുകൂട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഈജിപ്തിൽ എത്തിയിരിക്കുന്ന നവംബർ അവസാനമാണ്. കാരണം ഈ ഒരു സമയത്ത് വലിയൊരു ചൂടുണ്ടാവില്ല, എങ്കിൽ വലിയൊരു തണുപ്പും ഉണ്ടാവില്ല. അങ്ങനെ ഒരു കാലഘട്ടമാണ് ഈ ഒരു ടൈം. അങ്ങനെ ഞാൻ ഇവിടുത്തെ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും മറ്റും എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നു. എല്ലാം ചെറിയ ചില്ലുകൂട്ടിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു കുറച്ച് നേരം ക്യൂവിൽ നിന്ന് വേണം, ഒരു ബസ്സിൽ കയറിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത കാഴ്ചയിലേക്ക് പോകാൻ. ഇതൊരു ഗ്രൂപ്പ് ബസ്സിൻ്റെ ഒരു ക്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ കയറി ഞങ്ങൾ യാത്ര തുടരുന്നു. ദൂരെ പിരമിഡുകൾ കാണാം. ഇത് ഈ ഒരു ഏരിയൻ്റെ ഉള്ളിൽ തന്നെ ഓടുന്ന ബസ്സുകളാണ്. ഇതിൻ്റെ പൈസയും ഈ ടൂർ പാക്കേജിൽ ഇൻക്ലൂഡാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ കാഴ്ചേൻ്റെ അവിടേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ മുമ്പിൽ, അതായത് എൻ്റെ മുമ്പിൽ ഗൈഡുണ്ട്. ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആണ്. ആൾക്കാർ ഇരുന്നു കൊണ്ട് അവിടെ പിരമിഡിൻ്റെയും മറ്റുമെല്ലാം ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കുന്നു. ഈ ദൂരെ കാണുന്ന പിരമിഡുകളെല്ലാം പണ്ട് രാജാവിന് വേണ്ടി പണിത പിരമിഡുകളാണ്. ഈ ദൂരെ കാണുന്ന രണ്ട് പിരമിഡുകളും ഏകദേശം ഒരേ ഹൈറ്റ് ആണെങ്കിലും ആദ്യം കണ്ട പിരമിഡിനാണ് ശരിക്കും ഹൈറ്റ് കൂടുതൽ രണ്ടാമതിനേക്കാളും. രണ്ടാമതായിരിക്കും നിങ്ങൾക്ക് കാണുമ്പോൾ ഹൈറ്റ് കൂടുതൽ തോന്നുക. ഇവിടെ ഒട്ടകങ്ങളും മറ്റുമെല്ലാം കാണാം സവാരിക്ക് വേണ്ടിയിട്ട്. ആളുകൾ ഇതിൽ കയറി സവാരി നടത്തി അങ്ങ് ദൂരെ വരെ പോകുന്നുണ്ട്. കുറേ ഒട്ടകത്തിൻ്റെ മേയ്ച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. ടൂറിസ്റ്റുകളും മറ്റുമെല്ലാം ഒട്ടകത്തിന് മുകളിൽ നിൽക്കുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. കുറേ ഒട്ടകങ്ങൾ കാത്തു നിൽക്കുന്നു അടുത്ത ടൂറിസ്റ്റിൻ്റെ വരവിനായി. ചില കുതിരവണ്ടികളും ഉണ്ട് അവിടെ. ദൂരെ നിങ്ങൾ കാണുന്നതാണ് ടൂറിസ്റ്റുകളെല്ലാം ഇവിടുന്ന് പോയി ഒട്ടകത്തിൻ്റെ മേൽ കയറിപ്പോയി അവിടെ നിന്നുകൊണ്ട് പല കാഴ്ചകളും മറ്റുമെല്ലാം കാണുന്നു. ഞങ്ങൾ അതിൻ്റെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വീണ്ടും ബസ്സിലേക്ക് കയറാൻ വേണ്ടി വരികയാണ്. പിരമിഡുകളിൽ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പറയുന്നത് കുഫു എന്ന് പറയുന്ന രാജാവിന് വേണ്ടി പണിത പിരമിഡാണ്. ഫറോവ കുഫു 2600 BC, അതായത് ബിഫോർ ക്രൈസ്റ്റ്, ആ ടൈമിലാണ് ഇവിടെ പിരമിഡ് പണിതിരിക്കുന്നത്. ബസ്സിൽ കയറി ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെയൊരു പിരമിഡിൻ്റെ കാഴ്ചയുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പിരമിഡ് അത്രയ്ക്ക് വലിയ വലിപ്പമില്ലെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല. അതിൻ്റെ അടുത്ത് ചെന്ന് അവിടെ നിൽക്കുന്ന ഒരാളുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കല്ലിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്, എത്ര ഭീമമായ വലിപ്പമുള്ള പിരമിഡാണെന്ന്. ഇതാണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പിരമിഡ്, അതായത് ഫറോവ കുഫു എന്ന് പറയുന്ന രാജാവിന് വേണ്ടി പണിത പിരമിഡാണ്. അദ്ദേഹത്തിൻ്റെ ബോഡി ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ മൊത്തം 3 പിരമിഡുകളാണ് ശരിക്കും ഉള്ളത്. ഒന്ന് ഇദ്ദേഹത്തിൻ്റെയും, ഒന്ന് ഇദ്ദേഹത്തിൻ്റെ മകൻ്റെയും, പിന്നെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെയാണ് എന്നാണ് പറയുന്നത്. കുഫു ആണ് രാജാവ്, അദ്ദേഹത്തിൻ്റെ മകനാണ് കാഫ്രെ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനാണ് മെൻകൊറെ. ഇവർ 3 പേരും പിരമിഡാണ് ഇവിടെ ഉള്ളത് കാര്യമായിട്ട്. ഇവിടെ കുട്ടികളെല്ലാം ഇതിൻ്റെ മുകളിൽ നിന്നും കയറി നിൽക്കുന്നു, ചാടുന്നു, അവർക്കൊരു ഉല്ലാസം. പക്ഷെ ഞാൻ ആലോചിക്കുന്നത് എത്രയോ കാലം മുന്നേ എൻജിനീയറിങ്ങും കാര്യങ്ങളൊന്നും അധികം ഇല്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ ഈ കല്ലുകളെല്ലാം ഇവിടെ വരെ എത്തിച്ച് ഇതിൻ്റെ മുകളിൽ ഓരോന്നോരോന്നും വെച്ച് കയറ്റി ഇങ്ങനെ ഒരു പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ എത്ര കഷ്ടപ്പാട് വിട്ടിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ വലിയൊരു ദ്വാരം കാണാം. ഇതെന്തെന്ന് വെച്ചാൽ അന്ന് ഈ കല്ലുകളും മറ്റും എല്ലാം കൊണ്ടുവരാൻ വേണ്ടി സഹായിച്ചിരുന്ന കപ്പൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വലിയൊരു ഷിപ്പ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്.
അത് പിന്നീട് ആരോ വന്ന്, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ തന്നെ ആരോ വന്ന് അത് കുഴിച്ചെടുത്തുകൊണ്ട് പോയി എന്നാണ് എന്നോട് ഗൈഡ് പറയുന്നത്, അല്ലെങ്കിൽ കട്ടെടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ വേറെയും ഉണ്ടായിരുന്നു 2 എണ്ണം ഇവിടെ. അത് ഇവരിപ്പോൾ ഇവരുടെ പുതിയ മ്യൂസിയത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കപ്പലോ ആയിരിക്കാം, ബോട്ടോ ആയിരിക്കാം. ഞാനിവിടെ നിന്ന് പിരമിഡിൻ്റെ ഷൂട്ടിംഗ് മറ്റുമെല്ലാം ചെയ്യുന്നു. പോരാത്തതിന് നടക്കുമ്പോഴും സൂക്ഷിക്കണം. താഴെ അത്യാവശ്യം നല്ല ബാലൻസ് തെറ്റാതെ നടക്കണം. ഇവിടെ ചെറിയ ചെറിയ സാധനങ്ങളും മറ്റുമെല്ലാം വിൽക്കുന്നു. ആൾക്കാരങ്ങനെ കാത്തു നിൽക്കുന്നു. പലരും ഇവിടെ ഇങ്ങനെ ഈ പിരമിഡിൻ്റെ മുകളിൽ കയറാൻ വേണ്ടി ഒരു നീണ്ട ക്യൂ കാണാം. അവിടെ ചെറിയൊരു ഇരിപ്പിടമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് ഒരു ഫോട്ടോ എടുക്കാനോ മറ്റുമാണ് ഈ ക്യൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നീണ്ട ക്യൂ ആണ്. ഞാൻ അതിലേക്ക് ശ്രമിച്ചില്ല. ഞാൻ അവിടെ നിന്നുകൊണ്ട് പിരമിഡിൻ്റെ കാഴ്ചകൾ ഒന്നുകൂടി വൃത്തിയായി ഷൂട്ട് ചെയ്തെടുക്കുന്നു. ഷൂട്ട് ചെയ്യുന്നതിനിടെ നമ്മുടെ ഗൈഡ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഈ ഒരു നിർമ്മിതി അന്നത്തെ കാലത്ത് എങ്ങനെയായിരിക്കും ഇവർ പണിതിട്ടുണ്ടാവുക? അതുതന്നെയായിരുന്നു ഞാനും എന്നോട് ചോദിച്ച അതേ ചോദ്യം. അന്നത്തെ കാലത്തെ എൻജിനീയറിങ്ങിൻ്റെ ഒരു കഴിവ് ശരിക്കും നമുക്ക് ആ പിരമിഡിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ആ കാഴ്ചയെല്ലാം ചിത്രീകരിച്ച ശേഷം ഞാൻ ബസ്സിൽ കയറി വീണ്ടും യാത്ര തുടർന്നു. ഞങ്ങളിനി ഇവിടുന്ന് അടുത്ത കാഴ്ചയിലേക്കാണ് പോകുന്നത്, വേറൊരു പിരമിഡിൻ്റെ രൂപത്തിൻ്റെ അടുത്തേക്ക്. നിറയെ ആളുകളും മറ്റുമെല്ലാം ഇപ്പോഴും ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ അടുത്ത് എത്തിയിരിക്കുന്ന ഇവിടുത്തെ 2ാമത്തെ ഏറ്റവും വലിയ പിരമിഡിൻ്റെ അടുത്തേക്കാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പിരമിഡാണത്, നേരത്തെ കണ്ടത്. ആ കാഴ്ച കണ്ട ശേഷം ഞങ്ങൾ വീണ്ടും ബസ്സിൽ കയറി. അതായത് നമ്മുടെ നേരത്തെ കണ്ട് ആ രാജാവിൻ്റെ മകൻ്റെ പിരമിഡാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. അങ്ങനെ ആ കാഴ്ചയെല്ലാം കഴിഞ്ഞ് ബസ്സിൽ പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയൊരു രൂപം കാണാം. മിക്ക സിനിമകളിലും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയൊരു രൂപം. ഇവിടെ ചെറിയൊരു സൗണ്ട് ആൻഡ് വിയർ ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ അവർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. സ്റ്റാർട്ടായിട്ടില്ല, അത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ ഇഷ്ടംപോലെ കുതിരവണ്ടികളും മറ്റുമെല്ലാം കാണാം ആൾക്കാർക്ക്, ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് ഇറങ്ങി ഞങ്ങൾ വീണ്ടും നടക്കുമ്പോൾ നിരവധി ഇങ്ങനത്തെ ഷോപ്പുകളും മറ്റുമെല്ലാമാണ് കാണുന്നത്. നിരവധി ഷോപ്പുകളാണുള്ളത്, സാധനങ്ങളെല്ലാം വിൽക്കാനുള്ള നിരവധി ഷോപ്പുകൾ. ഇതാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോൻ്റെ ഇരിപ്പിടം. ഇവിടെ നിന്നായിരിക്കാം ആ ഷോ നടക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ ആ അറ്റം വരെ ഇതേപോലെ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളും മറ്റുമാണ് കാണുന്നത്. നമ്മുടെ മുമ്പിൽ ഗൈഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇതെല്ലാം കണ്ട് പഴകിയൊരു കാര്യമായിരിക്കാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഏതോ പുരാതന കാലത്തുണ്ടാക്കി വെച്ചൊരു നിർമ്മിതി, അന്നത്തെ ഒരു വിശ്വാസം, അതിലൂടെയാണ് ഞാനിപ്പോൾ നടന്നു പോകുന്നത്. ശരിക്കും ആ ഒരു ഫീലോട് കൂടി വേണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ നമ്മൾ പോകാൻ. അല്ലെങ്കിൽ ഏതോ ഒരു നിർമ്മിതി, അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനിങ്ങനെ നടന്നു പോകുന്നു. ഞാനും കണ്ടു പല കാഴ്ചകളും. പക്ഷേ ശരിക്കും ഏത് കാലത്ത് പണിതു, ഇതിലൂടെ രാജാക്കന്മാരും അവരുടെ ആളുകളെല്ലാം നടന്നു പോയതാണ്. അതായത് നമ്മുടെ മുതുമുത്തച്ഛന്മാർ പോലും ജനിക്കാത്ത ഏതൊരു കാലത്ത് പണിത ഒരു നിർമ്മിതി അതേപോലെ കാത്തു സൂക്ഷിക്കുന്നു, വളരെ വൃത്തിയായിട്ടും മറ്റുമൊക്കെ. അതിലൂടെ നമ്മൾ ഇപ്പോൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ്. അങ്ങനെ നടന്ന് ഞാൻ ഈ നിർമ്മിതിയുടെ മുമ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഗ്രേറ്റ് സ്ഫിങ്സ് എന്ന് പറയും.
അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട രൂപം സ്ഫിങ്സ് എന്ന് പറയും. അതായത് ഈ പിരമിഡിൻ്റെ ഒരു മുഖച്ഛായയാണ്, ഈജിപ്തിൻ്റെ ഒരു മുഖച്ഛായ എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ മുൻഭാഗം മനുഷ്യൻ്റെയും പിൻഭാഗം ലയൺ അതായത് സിംഹത്തിൻ്റെയുമാണ്. അത് കാണിക്കുന്നത് സ്ട്രെങ്ത് ആൻഡ് വിസ്ഡം ആണ്. അതായത് നമ്മളുടെ ശക്തിയും നമ്മളുടെ ധൈര്യവും ഇത് രണ്ടുമാണ് കാണിക്കുന്നത്. ഞാൻ ആ കാഴ്ചകളെല്ലാം ഷൂട്ട് ചെയ്ത് വരുമ്പോൾ ഇവിടെ വൻ തിരക്കാണ്. അങ്ങനെ എക്സിറ്റിലൂടെ ഇറങ്ങി ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇനി പോവുകയാണ്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം ഏറെക്കുറെ ചിത്രീകരിച്ചു. പലരും പല സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാനും കുറച്ച് ഫോട്ടോ എല്ലാം എടുത്തു. അങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഒരു പിരമിഡിൻ്റെ മുന്നിൽ ഇങ്ങനെയൊരു രൂപം, അതിനെ സംരക്ഷിക്കാനായിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഒരു രൂപം, അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നു.